വാനില ഐസ്ക്രീം അല്ലാതെ മറ്റേതെങ്കിലും ഫ്ലേവർ വാങ്ങിയാൽ ആ കാർ സ്റ്റാർട്ട് ആവില്ല. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുന്ന ഈ സംഭവം എത്തിയത് 1970കളിൽ അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സിൻ്റെ കസ്റ്റമർ കെയറിലാണ്. സുഹൃത്തുക്കളെ, KKG ഫെറ്റിൻ്റെ 213-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അവിടേക്ക് ഒരു കസ്റ്റമറുടെ വിചിത്രമായ പരാതി. General Motors, how can I help you? Only with vanilla ice cream? That is certainly a very strange issue. അദ്ദേഹം പുതിയതായി വാങ്ങിയ കാർ സ്റ്റാർട്ട് ആവുന്നില്ലത്രേ. പ്രശ്നം എന്താണെന്നോ, അദ്ദേഹം വാനില ഐസ്ക്രീം ആണ് വാങ്ങുന്നതെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ടാകും. എന്നാൽ ചോക്ലേറ്റോ സ്ട്രോബെറിയോ പോലുള്ള വേറെ ഏത് ഫ്ലേവർ വാങ്ങിയാലും വണ്ടി സ്റ്റാർട്ട് ആവില്ല. കേൾക്കുമ്പോൾ തമാശയായി തോന്നുന്നു അല്ലേ? ഐസ്ക്രീം ഫ്ലേവറിനും കാറിൻ്റെ എഞ്ചിനും തമ്മിൽ എന്ത് ബന്ധം? എങ്കിലും കമ്പനി അവരുടെ ഒരു എഞ്ചിനീയറെ ഈ പ്രശ്നം പഠിക്കാൻ അയച്ചു. ആദ്യ ദിവസം അദ്ദേഹവും കസ്റ്റമറും ഡിന്നറിന് ശേഷം പതിവായി വാങ്ങുന്ന കടയിൽ പോയി വാനില ഐസ്ക്രീം വാങ്ങി. തിരികെ എത്തി കാർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടായി. Wow, the car started. രണ്ടാം ദിവസം അവർ പോയി മറ്റൊരു ഫ്ലേവർ വാങ്ങി. കാർ സ്റ്റാർട്ട് ആയില്ല. വളരെ സമയത്തിന് ശേഷമാണ് കാർ സ്റ്റാർട്ടായത്. അദ്ദേഹം കസ്റ്റമറുടെ കൂടെ ദിവസങ്ങളോളം താമസിച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ചു. അപ്പോഴാണ് കൗതുകകരമായ ആ സത്യം പുറത്തു വന്നത്. പ്രശ്നം ഐസ്ക്രീമിൻ്റെ ഫ്ലേവറിലല്ലായിരുന്നു, മറിച്ച് എടുക്കുന്ന സമയത്തിലായിരുന്നു. വാനില ഐസ്ക്രീം വളരെ ഡിമാൻഡുള്ള ഫ്ലേവർ ആയതിനാൽ കടയിലെ ആദ്യ റാക്കുകളിൽ നിന്നും എളുപ്പം കിട്ടും. അതിനാൽ കസ്റ്റമർക്ക് പെട്ടെന്ന് വാങ്ങി കാറിലേക്ക് മടങ്ങിയെത്താം. എന്നാൽ മറ്റ് ഫ്ലേവറുകൾ എടുക്കാൻ കടയിലെ ജീവനക്കാരന് അകത്ത് പോയി ഫ്രീസറുകൾ കണ്ടുപിടിച്ച് തിരികെ എത്താൻ അല്പം കൂടി സമയം വേണമായിരുന്നു. ഈ ചെറിയ സമയവ്യത്യാസം കാരണം കാറിലുണ്ടായ ചൂട് കൊണ്ട് ഇന്ധനം ബാഷ്പീകരിക്കപ്പെട്ട് വേപ്പർ ലോക്ക് എന്ന സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഓഫാക്കി കുറച്ച് സമയം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാതിരുന്നത്. എന്നാൽ അല്പസമയം കൂടി കാത്തു നിന്നാൽ രൂപപ്പെട്ട വേപ്പർ ലോക്ക് റിലീസ് ആകുകയും വണ്ടി വീണ്ടും സാധാരണ പോലെ സ്റ്റാർട്ട് ആകുകയും ചെയ്യും. ആ കസ്റ്റമർ നേരിട്ട വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിച്ച് സർവീസ് എഞ്ചിനീയർ മടങ്ങി. Bye, bye. Thank you. Thank you. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ലേ? നമ്മൾ കാണുന്ന ബാഹ്യമായ പ്രശ്നങ്ങളും യഥാർത്ഥ കാരണങ്ങളും രണ്ടാകാം. പലപ്പോഴും പുറമേ കാണുന്ന കാര്യങ്ങൾ നോക്കി നമ്മൾ വിധി എഴുതുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോഴേ കൃത്യമായ പരിഹാരം കാണാൻ കഴിയൂ. ഇവിടെ ദിവസങ്ങളെടുത്ത് ക്ഷമയോടെ കാത്തിരുന്നിട്ടാണ് ആ എഞ്ചിനീയർക്ക് കാരണം കണ്ടെത്താൻ കഴിഞ്ഞത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജനറൽ മോട്ടോഴ്സ് പോലുള്ള വലിയ കമ്പനികൾ നിസ്സാരമെന്ന മട്ടിൽ എഴുതി തള്ളാമായിരുന്ന ഒരു വിഷയത്തിൽ എടുത്ത എഫർട്ടാണ്. പ്രശ്ന പരിഹാരത്തിനും കസ്റ്റമർ റിലേഷൻ മെച്ചപ്പെടുത്താനും ഇതിനും വലിയൊരു ഉദാഹരണമില്ല. ഇത് നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലും നമുക്കും പകർത്താം അല്ലേ? ബൈ ഫ്രം KKG.